ഈ രാത്രി നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചത് ഇല്ല ജോയ്, എന്നെ എപ്പോ എവിടേക്ക് വിളിച്ചാലും ഞാൻ വരും. അറിയാം, എങ്കിലും എന്റെ മനസ്സ് പറയുന്നു നമ്മൾ ചെയ്യുന്ന തെറ്റാണെന്ന്. ജോയ്, എനിക്ക് പേടി തോന്നുന്നു. നീ പേടിക്കണ്ട. നിന്റെ അപ്പനല്ല, ആരെതിർത്താലും നിന്നെ ഞാൻ കിട്ടും. നീ എന്റെയാണ്, എന്റെ മാത്രം. ഞാൻ നിർബന്ധിച്ചെന്ന് വരരുത്. ഫിലിപ്പോസ് നന്നായി ആലോചിച്ചതിന് ശേഷം തീരുമാനം പറഞ്ഞാൽ മതി. എനിക്ക് ആലോചിക്കാൻ ഒന്നുമില്ല അച്ഛോ. ഈ നിലയിൽ എന്റെ മോളെ ഒരുത്തന്റെ കൂടെ പറഞ്ഞുവിടാൻ കഴിഞ്ഞാൽ അത് തന്നെ എന്റെ ഭാഗ്യം. ഉതുപ്പിനെ നിന്റെ മോൾക്ക് ഇഷ്ടപ്പെടുമോ? അവളുടെ ഇഷ്ടം നോക്കണ്ട. എന്നാൽ ഈ ബന്ധം ചെറുക്കന്റെ സ്വന്തക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് നോക്കണ്ടേ? അവന് സ്വന്തമെന്ന് പറയാൻ ചാക്കോയല്ലേ ഉള്ളൂ. അവനെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. എല്ലാ അച്ഛന്റെ കാരുണ്യം, ദൈവത്തിന്റെ കാരുണ്യം, അതിനുവേണ്ടി പ്രാർത്ഥിക്കും. ആ പിന്നെ ഒരു കാര്യം, ഫിലിപ്പോസ് നന്നായി കുടിക്കും ഇല്ലേ? മദ്യം വിഷമാണ്. ഇല്ല അച്ഛോ, ഇനി ഞാൻ കുടിക്കില്ല. എന്റെ മോളെ പറ്റിയുള്ള സങ്കടം കൊണ്ട് കുടിക്കുന്നതാ. ഇനി ഞാൻ കുടിക്കില്ല അച്ഛോ, ഇനി ഞാൻ കുടിക്കില്ല. ചെറുപ്പം മുതലേ പഠിച്ച ഒരു തൊഴിലായതുകൊണ്ട് അത് ചെയ്ത് പഠിക്കുന്നു. ഞാൻ വന്നത് നമ്മുടെ കല്യാണക്കാരെ ആലോചിക്കാനാണ്. നമുക്ക് മനസ്സുയോജ്യം നിശ്ചയിക്കണ്ടേ? അതിനൊരു ദിവസം കാണണ്ടേ? ആ വരട്ടെ. എനിക്ക് ഈ കല്യാണ കാര്യം ഒന്നുകൂടി ആലോചിക്കണം. അതെന്താ ചാക്കോച്ചന് ഇപ്പൊ അങ്ങനെ തോന്നാൻ? കല്യാണം കഴിഞ്ഞാൽ പെണ്ണും ചെക്കനും 4 ദിവസമെങ്കിലും ഇവിടെ കൂടണ്ടേ? അവർക്ക് കിടക്കാൻ ഒരു അറയൊരുക്കണ്ടേ? പിന്നെ ചില്ലറ ചെലവുകളും. 4 ദിവസമല്ലേ, പിന്നെ അവരെന്റെ പുരയിലേക്കല്ലേ വരുന്നത്. അറയൊന്നും ഒരുക്കണ്ട. ചെലവിന്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞില്ലേ സ്ത്രീധനമായിട്ട്? അതുകൊണ്ടായില്ല. എന്റെ കർത്താവേ, ഇനിയിപ്പൊ പണത്തിന് ഞാൻ... ഫിലിപ്പോസ് ചേട്ടന് ഈ കല്യാണം നടന്നു കാണാൻ അത്ര ആഗ്രഹമാണ്? എന്ത് ചോദ്യമാണ് ചാക്കോ ഇത്? എല്ലാം നിശ്ചയിച്ചുറച്ച് നാട് മുഴുവൻ പാട്ടായ കാര്യമല്ലേ ഇത്? ഇത് മുടങ്ങിയാൽ... മുടങ്ങില്ല. ഞാനൊരു വഴി പറയാം. ചേട്ടൻ അതുപോലെ ചെയ്താൽ നമുക്ക് ഉടനെ കല്യാണം നടത്താം. പറയൂ. എന്നെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ എന്റെ കരൾ വിരിഞ്ഞു തരാൻ വരെ ഞാൻ തയ്യാറാണ്. എന്റെ മകളുടെ കഴുത്തിൽ ഒരു മിന്നു കെട്ടിക്കാണാനുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നതാണ്. ഞാൻ എന്ത് ചെയ്യും? അടുത്ത വെള്ളിയാഴ്ച വെടിക്കെട്ടാണ്. ചേട്ടൻ എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ വറീതിന്റെ കൂട്ടത്തിലല്ലേ? അവരുടെ ഭാഗത്തു നിന്നുള്ള സഹായമാണ് ഞാൻ ചോദിച്ചത്. ചേട്ടന് മനസ്സിലായില്ലേ? ആ വറീതിന്റെ ഒച്ച പൊങ്ങരുത്. എന്റെ ചാക്കോ, നീ പറഞ്ഞു വരുന്നത്? ഇല്ല, അത് മാത്രം പറയരുത്. ഞാൻ ചെയ്യില്ല. കൂടെ നിന്ന് ചതിക്കുക. ഓ ദൈവദോഷം. ഇല്ല, ഞാൻ ചെയ്യില്ല ചാക്കോ, ഞാൻ ചെയ്യില്ല. എങ്കിൽ പൊയ്ക്കോ. ആ കുരുടി പെണ്ണിനെ കെട്ടാൻ വേറെ ചെറുക്കനെ അന്വേഷിച്ചു. ചാക്കോ,
ഫിലിപ്പോസോ, നീ എവിടെ പോയിട്ടായിരുന്നു രാത്രി? പിന്നെ ഞാൻ ഒന്നുമില്ല. നിനക്ക് എന്ത് പറ്റി? ഞാൻ പോവുക. എന്റെ കർത്താവേ, എന്നോട് പൊറുക്കണേ. എന്റെ കണ്ണുപൊട്ടിയായ മോൾക്ക് വേണ്ടിയാണ് ഞാനത് ചെയ്തത്. നീ എവിടെയായിരുന്നടാ? പള്ളി. നിനക്കെന്താ സുഖമില്ലേ? ഇല്ല. സുഖമില്ലെങ്കിൽ ചേട്ടൻ വരണ്ട. തീരെ വയ്യെങ്കിൽ നീ വരണ്ട. വാടാ മോനെ, സമയമായി, വാ. കണക്കില്ലായിരുന്നോടാ മോനെ? എന്താപ്പാ? ഫിലിപ്പോസോ, നീ എവിടെ പോയിട്ടായിരുന്നു രാത്രി? പിന്നെ ഞാൻ ഒന്നുമില്ല. നിനക്ക് എന്ത് പറ്റി? ഞാൻ പോവുക. അവൻ നമ്മളെ പറ്റിച്ചു പോയി. അതാ കിടക്കുന്നു പറയുന്നത്. എലി ഒച്ച കൊന്നില്ല. എടാ ഫിലിപ്പോസേ, എടാ യൂദാസേ, കഥ തുറക്കടാ. എടാ എരപ്പാളി, നിന്നെ ഞാൻ ഇന്ന് അരിഞ്ഞ് 2 കഷമാക്കൂടാ. എന്നാലും നീ എന്നോട് ചെയ്യാൻ പാടില്ലടാ.
എടാ മനുഷ്യനായി കഴിഞ്ഞാൽ തന്തയ്ക്ക് എനിക്കണോടാ. എടാ വാക്കിന് നെറുവേടാ എരപ്പാളി. എന്താ നിന്നെ ഞാൻ കേട്ട തായ നിന്നെ കൊന്നോളി. നിന്നെ എന്നാലും എന്റെ ഫീലിപ്പ് നീ എന്നോട് ചെയ്യരുതായിരുന്നടാ. എന്നോട് ചെയ്യരുതായിരുന്നു. എന്താണപ്പാ?